വീണ വിജയനുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണവും CPM നേരിടുന്ന രാഷ്ട്രീയ വിവാദങ്ങളും ചൂടുപിടിച്ചു നിൽക്കുന്നതിനിടെ പാർട്ടിയുടെ നിലവിലെ രീതികളെയും നേതൃത്വത്തെയും പരോക്ഷമായി വിമർശിച്ച CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ DYFI സംസ്ഥാന സെക്രട്ടറിയുമായ T ശശീന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. പാർട്ടിയുടെ അടിത്തറ സാധാരണക്കാരുടെ വിശ്വാസമാണെന്നും അധികാരം, സൗകര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയ മൂല്യങ്ങളെ മറികടക്കരുത് എന്നുമാണ് കുറിപ്പിന്റെ ഉള്ളടക്കം. പാർട്ടിയുടെ ചരിത്രത്തിൽ ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചാണ് ശശീന്ദ്രൻ കുറിപ്പ് ആരംഭിക്കുന്നത്. ജയിലിൽ ക്രൂരമർദ്ദനമേറ്റ് മരിച്ചവരും പുറത്തുവച്ച ശത്രുക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുമായ രക്തസാക്ഷികളാണ് പാർട്ടിയിലെ ഏറ്റവും വലിയ മനുഷ്യരെന്ന് അദ്ദേഹം പറയുന്നു. സംഘടനകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും പാർട്ടിയെ വളർത്തിയെടുത്ത തലമുറകളാണ് ഇന്നത്തെ CPMനും അതിന്റെ സംഘടനാ സംവിധാനങ്ങൾക്കും അടിത്തറയിട്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഭരണം, ഓഫീസ്, കാർ, ആധുനിക സൗകര്യങ്ങൾ. പഴയകാല പാർട്ടി പ്രവർത്തകരുടെ ജീവിതവും ഇന്നത്തെ സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസവും ശശീന്ദ്രൻ കുറിപ്പിൽ വരച്ചുകാട്ടുന്നു. ഒരു കാലത്ത് ഗ്രാംഷി, മാവോ, ചെഗുവേര, നക്സലിസം, വിപ്ലവം തുടങ്ങി വിഷയങ്ങളായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ ചർച്ചകൾ നിറഞ്ഞു നിന്നിരുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സമത്വവും ചൂഷണമില്ലാത്ത സമൂഹവും ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ സ്വപ്നങ്ങളായിരുന്നു അന്നത്തെ പ്രവർത്തകരുടെ മനസ്സിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഇതിന് വിപരീതമായി ഭരണം, സുന്ദരമായ ഓഫീസ്, കാറ്, ആധുനിക സൗകര്യങ്ങൾ എന്നിവ പാർട്ടി ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളുടെ ഭാഗമായി മാറിയെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. ബിസിനസ്സും വലിയ സാമ്പത്തിക ഇടപാടുകളും അതുണ്ടാക്കുന്ന അധർമ്മികതയും കമ്മ്യൂണിസ്റ്റുകാരുടെ ശീലമല്ലെന്നും ശശീന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നു. കോടിക്കണക്കിന് പട്ടിണിക്കാരായ മനുഷ്യരുടെയും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുടെയും പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമെന്നും അദ്ദേഹം പറയുന്നു. ആധുനിക മുതലാളിത്തത്തിന്റെ രീതികളെ പാർട്ടിയുടെ രാഷ്ട്രീയ സംസ്കാരമായി അംഗീകരിക്കാനാകില്ലെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. രാജ്യത്തും ലോകത്തും വളരുന്ന സാമ്രാജ്യത്തിനും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ നിലയുറപ്പിക്കണമെന്നാണ് ശശീന്ദ്രൻ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ. മുസ്ലിം ദളിത് വിരുദ്ധ നിലപാടുകളും അതിക്രമങ്ങളും ഇന്ത്യയിലും ശക്തമാകുന്നുവെന്ന് അദ്ദേഹം വിമർശിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്കൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം പാർട്ടിക്ക് ജനവിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ കാരണം പ്രത്യയശാസ്ത്രം മാത്രമോ അല്ലെന്നും ശശീന്ദ്രൻ അഭിപ്രായപ്പെടുന്നു. 1922 റഷ്യൻ ബോൾഷെവിക് പാർട്ടിയുടെ 11ാം കോൺഗ്രസിൽ ലെനിൻ നടത്തിയ പരാമർശം ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇക്കാര്യം വിശദീകരിക്കുന്നത്. വിപ്ലവ പാർട്ടികൾ തകർന്നത് ധാർഷ്ട്യം കൊണ്ടും സ്വന്തം കരുത്ത് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതുകൊണ്ടാണെന്നും ലെനിന്റെ മുന്നറിയിപ്പാണ് ശശീന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് പറ്റുന്ന തെറ്റുകളും തിരിച്ചറിയണം. ശരിയായ പ്രത്യയശാസ്ത്രവും ജനകീയമായ സേവന താല്പര്യമായും ആരെയും ആകർഷിക്കരുത് എന്നുള്ള രീതിയിൽ നേതൃത്വം അനിവാര്യമായിരിക്കണം. നമുക്കുള്ള ശരികൾ മാത്രമല്ല, ചിലപ്പോഴെങ്കിലും പറ്റുന്ന തെറ്റുകളും നാം തിരിച്ചറിയണം. പാർട്ടിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ല, തങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകളും തിരിച്ചറിയണം. തെറ്റുകൾ വേഗത്തിൽ തിരുത്താൻ കഴിഞ്ഞാൽ പാർട്ടിയെ ആർക്കും ഇല്ലാതാക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശീന്ദ്രൻ കുറിപ്പിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വീണ വിജയനെതിരായ ED നീക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM പ്രതിരോധത്തിലായിരിക്കെ പാർട്ടിയുടെ വിശ്വാസ്യത, സാമ്പത്തിക ഇടപാടുകൾ, ജനങ്ങളുമായുള്ള ബന്ധം, നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. എന്നാൽ തന്റെ കുറിപ്പിൽ വീണ വിജയനോ ഏതെങ്കിലും വ്യക്തിയുടെയോ പേര് നേരിട്ട് പരാമർശപ്പെടുത്തിയിട്ടില്ല എന്നും ശ്രദ്ധേയമാണ്. VS പക്ഷത്തെ ഉറച്ച നേതാവാണ് T ശശീന്ദ്രന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും കുറിപ്പിന് പ്രത്യേക ശ്രദ്ധ നേടിയെടുക്കുന്നുണ്ട്. VS അച്യുതാനന്ദന്റെ ഉറച്ച അനുയായിയായി അറിയപ്പെട്ടിരുന്ന അദ്ദേഹം CPMന്റെ വിഭാഗീയതയുടെ കാലത്ത് VS പക്ഷത്ത് മുൻ DYFI സംസ്ഥാന സെക്രട്ടറിയായി ശശീന്ദ്രൻ മികച്ച സംഘാടകനും പ്രാസംഗികനുമായിട്ടാണ് പാർട്ടിയിൽ വളർന്നു വന്നത്. വിഭാഗീയതയുടെ പേരിൽ വർഷങ്ങളോളം പാർട്ടി സംഘടനാ പദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ചരിത്രവും ശശീന്ദ്രനുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് വരെ താഴ്ത്തപ്പെട്ട അദ്ദേഹം ദീർഘകാലത്തിന് ശേഷം 2022 CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. 2022 ജില്ലാ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് നടന്നത്. അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞതനുസരിച്ച് DYFI സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഒഴിയുമ്പോൾ 39 വയസ്സായിരുന്നു പ്രായം. പാർട്ടി നൽകിയ അവസരങ്ങളിലൂടെയാണ് താൻ സംഘടനാ രംഗത്ത് വളർന്നതെന്നും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കാലത്തും പാർട്ടി പ്രവർത്തനം തുടർന്നിരുന്നുവെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. VS അച്യുതാനന്ദനുമായുള്ള വ്യക്തിബന്ധത്തിന്റെ തുടക്കം 1996 മാരാരിക്കുളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ VS പരാജയപ്പെട്ട വാർത്ത അറിഞ്ഞതോടുകൂടി അന്നു തന്നെ അദ്ദേഹത്തെ കാണാൻ ആലപ്പുഴയിലെ വീട്ടിലെത്തി. ഉച്ചയോടെ VSന്റെ വീട്ടിലെത്തി ശശീന്ദ്രൻ രാത്രി 11 മണി വരെ പുറത്ത്
പുറത്ത് കാത്തുനിന്നു. ഒടുവിൽ VS പുറത്തു വന്ന കാര്യം അന്വേഷിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയം സ്വാഭാവികമാണെന്നും വീട്ടിലേക്ക് മടങ്ങണമെന്നും പറഞ്ഞ VS തിരികെ പോകാൻ ആവശ്യമായ പണമുണ്ടായെന്നും അന്വേഷിച്ചുവെന്നുമാണ് ശശിധരന്റെ ഓർമ്മ. പണമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിച്ചത്. പിന്നീട് DYFI സംസ്ഥാന സെക്രട്ടറിയായ കാലത്ത് VSനൊപ്പം കൂടുതൽ പ്രവർത്തിക്കാൻ ശശീന്ദ്രന് അവസരം ലഭിച്ചു. മൂന്നാർ സമരം, നഴ്സുമാരുടെ സമരം, കോതമംഗലം സമരം തുടങ്ങിയ സമരങ്ങളിൽ VSനൊപ്പം തന്നെ സംഘാടകനായി പ്രവർത്തിച്ചതും ഈ ബന്ധം കൂടുതൽ ശക്തമാക്കിയതും അദ്ദേഹം പറയുന്നു. ശശീന്ദ്രന്റെ പോസ്റ്റ് നമുക്കൊന്ന് പൂർണ്ണമായി നോക്കാം. ജയിലിൽ ക്രൂരമർദ്ദനം ഏറ്റു മരിച്ചവരും പുറത്ത് ശത്രുക്കളുടെ കടാരയേറ്റ മരിച്ചവരും അടങ്ങുന്ന രക്തസാക്ഷികൾ. അവരെക്കാളും വലിയവരായ ആരും ഇല്ല ഈ പാർട്ടിയിൽ. സങ്കട മകലകളുടെ മുകളിലൂടെ മിഴി നിറയാതെ നടന്നു നീങ്ങിയവർ തന്നെയാണ് ഈ പാർട്ടിയും ഇന്ന് ഈ പാർട്ടിയായി അനുഭവിക്കുന്നതുമെല്ലാം. ഭരണം, സുന്ദരമായ ഓഫീസ്, കാറ്, ആധുനിക സൗകര്യങ്ങൾ, അങ്ങനെയെല്ലാം. പൂർവ്വകാലത്തിന്റെ പരുപരുത്ത പച്ച മണ്ണിൽ നാം ചർച്ച ചെയ്തതെല്ലാം ഗ്രാംഷിയും മാവോയും ചെഗുവേരയും നക്സലിസവും വിപ്ലവവും. അതിനെക്കുറിച്ചെല്ലാമായിരുന്നു മാനവികതയുടെ ആകാശത്തേക്ക്, ചരിത്രത്തിന്റെ മഹാ സമതലങ്ങളിലേക്ക് അതിർവരമ്പില്ലാതെ ആരും ആരെയും ചൂഷണം ചെയ്യാത്ത ഒരു കാലത്തിന്റെ പകൽ സ്വപ്നങ്ങളാൽ നമ്മുടെ കണ്ണുകളിൽ വസന്തം നിറഞ്ഞു നിന്നിരുന്നു. ബിസിനസ്സും പണമിടപാടും അതുകൊണ്ടാണ് അധാർമികതയും നമ്മുടെ ശീലമല്ല. വലിയ വലിയ സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ഇല്ല. കോടാനുകോടി പട്ടിണിക്കാരുടെയും പാർട്ടി ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വെന്തു നീറുന്നവർക്ക് ഇത് മനസ്സിലാവുകയുമില്ല. ആധുനിക മുതലാളിത്തത്തിന്റെ പാഠശാലകളിൽ ഉണ്ടാകുന്ന കരിക്കുലം നമ്മുടേതുമല്ല. ആണെന്ന് ആരും വാദിച്ചാലും അവർ കമ്മ്യൂണിസ്റ്റ് ആവുകയുമില്ല. ലോകം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വവും വർഗീയതയും കുഞ്ഞുങ്ങളുടെ സ്കൂളുകൾ പോലും ബോംബിട്ട് തകർക്കുന്നു. മുസ്ലിം ലളിത വിരുദ്ധ പാഠഭാഗങ്ങളിലൂടെ, ഇളം ചോരയുടെ നിറഭേദങ്ങളിലൂടെയും കശാപ്പുകാരന്റെ അട്ടഹാസം അമേരിക്കയിലും ഇസ്രായേലിലും മാത്രമല്ല, നാം ഇന്ത്യയിലും കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇരമ്പിയാർക്കുന്ന സമരക്കാർക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂടെ നമ്മളും ഉണ്ടാകണം. കമ്മ്യൂണിസ്റ്റുകാർക്ക് ജനവിശ്വാസം നഷ്ടപ്പെടുന്നത് ആ പാർട്ടിയുടെ പ്രത്യാശാസ്ത്രം കൊണ്ടാണോ ഭരണം കൊണ്ടോ അല്ല. 1922 റഷ്യൻ ബോൾഷെവിക് പാർട്ടിയുടെ 11ാം കോൺഫറൻസിൽ ലെനിൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതുവരെ നശിച്ചുപോയ എല്ലാ വിപ്ലവ പാർട്ടികളും നശിച്ചത് അവരുടെ ധാർഷ്ട്യം കൊണ്ടും തങ്ങളുടെ കരുത്ത് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയതുകൊണ്ടുമാണ്. ശരിയായ പ്രത്യാശാസ്ത്രവും ജനകീയ സേവന താല്പര്യമായ ആരെയും ആകർഷിക്കുന്നവരുമായ അവരുടെയും നേതൃത്വം അനിവാര്യമാണ്. നമുക്കുള്ള ശരികൾ മാത്രമല്ല, ചിലപ്പോഴെങ്കിലും പറ്റുന്ന തെറ്റുകളും തിരിച്ചറിയണം. അതിവേഗം തിരുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല, ആരെയും തോൽപ്പിക്കാനും കഴിയില്ല. പാർട്ടിക്കുള്ള ആത്മപരിശോധനയോ ശശിധരന്റെ പുതിയ കുറിപ്പ് വ്യക്തിപരമായ വിമർശനത്തെക്കാൾ പാർട്ടിയുടെ അടിസ്ഥാന മൂല്യങ്ങളിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ആഹ്വാനമാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ നിലവിൽ CPM നേരിടുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഇടപാടുകൾ, അധികാരത്തിന്റെ സൗകര്യങ്ങൾ, ജനവിശ്വാസം, തെറ്റുതിരുത്താൻ തയ്യാറാകാതെ നിൽക്കുക എന്നിവയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിലെ ആത്മപരിശോധനയുടെ സന്ദേശമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് VS പക്ഷത്ത് ദീർഘകാലം ഉറച്ചു നിന്ന നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശമായതിനാൽ ശശിധരന്റെ കുറിപ്പ് CPMനുള്ള ആശയപരമായ ചർച്ചകൾക്ക് വീണ്ടും വഴി തുറക്കുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയും ശശിധരൻ പാർട്ടിയുടെ പ്രവർത്തന ശൈലിയിൽ സുഖം, സൗകര്യം, അഹങ്കാരം എന്നിവ സ്വാധീനം ചെലുത്തുന്നുവെന്ന് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്.